ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാവാം ബാക്കി കാര്യം. നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയണ്ടേ? ഓരോ ദിവസവും വെറൈറ്റി ഐറ്റംസ് ആണ് കേട്ടോ നമുക്ക് അവർ ഒരുക്കി തരുന്നത്. നമ്മുടെ നാട്ടിലെ ഐറ്റംസും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അതേ ബ്രെഡ് ഓംലെറ്റും പിന്നെ അതുപോലെ കോൺ, അവരുടെ സലാഡ് ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ഇതേ പലതരം ചട്നികളും അതുപോലെ ഫ്രൂട്ട്സ്, ഡെസേർട്ട്, ജ്യൂസ്, അങ്ങനെ എല്ലാ ഐറ്റംസുകളും നമുക്കവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ വിശാലമായ ബ്രേക്ക്ഫാസ്റ്റോടുകൂടി നമ്മുടെ യാത്ര തുടങ്ങുന്നു. ഇന്ന് നമ്മൾ യൂബർ വിളിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഹൈദരാബാദ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു ഡെസ്റ്റിനേഷൻ അറിയാത്തവരുണ്ടാവില്ല. ഒട്ടുമിക്ക ആളുകളും ഈ ഒരു ഡെസ്റ്റിനേഷൻ കാണാൻ വേണ്ടിയിട്ട് ഹൈദരാബാദിൽ വന്നവരുണ്ട്. ഞാൻ തന്നെ ഒരുപാട് റീൽസിലും വീഡിയോസിലൊക്കെ ഈ ഒരു സ്പോട്ട് കണ്ട് ഒരുപാട് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ. പക്ഷെ ഒരിക്കലും ഹൈദരാബാദ് വിസിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ ലൈഫിൽ പോലും ഞാൻ ചിന്തിക്കാത്തൊരു കാര്യമായിരുന്നു. അല്ലെങ്കിലും നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്താൽ മാസങ്ങൾ തോറും ആ പ്ലാനിങ് അങ്ങനെ നീണ്ടുപോകുമെന്നല്ലാതെ ട്രിപ്പ് ഒട്ടും നടക്കില്ല. അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പ് മാത്രമേ നടന്ന ചരിത്രമുള്ളൂ. അതുപോലൊരു അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പ് തന്നെയാണ് കേട്ടോ ഇതും. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തുന്നത് വരെയുള്ള ഈ കാഴ്ചകളും വളരെ മനോഹരമായിരുന്നു കേട്ടോ. നമ്മളിതേ ഫസ്റ്റ് ഗേറ്റ് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ നോക്കിയേ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടോ, രാമോജി ഫിലിം സിറ്റി. ഇതാണ് കേട്ടോ രാമോജി ഫിലിം സിറ്റിയിലെ ടിക്കറ്റ് കൗണ്ടർ. നമ്മൾ ഇവിടുന്നാണ്, ഈ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് പോവാൻ. ഇവിടെ ടിക്കറ്റ് ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിരുന്ന ആ ഒരു ടൈമിൽ കുറച്ച് മുന്നേ ഇരിക്കാൻ തോന്നുന്നു, ഒരു 1300 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ 1700 ആയിട്ടുണ്ട്. കുട്ടികൾക്ക് 1400. ഒരാളുടെ ടിക്കറ്റാണ് 1700. പക്ഷേ നമുക്ക് എന്തുകൊണ്ടും ഈ ഒരു ക്യാഷ് വർത്താവും. കാരണം അത്രയും നമുക്ക് കാണാനുണ്ട്. ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു കഴിയാത്തത്രയും കാഴ്ചകളാണ് കേട്ടോ നമുക്കിവിടെ ഉള്ളത്. വിസ്മയ കാഴ്ചകൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു സിറ്റി തന്നെയാണ് നമ്മുടെ രാമോജി ഫിലിം സിറ്റി. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കിടന്നു. ഇനി നമുക്ക് ഇവിടുന്ന് ഓരോ ബസ്സിലായിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. കാരണം അത്രയും ദൂരം നമുക്ക് സഞ്ചരിക്കാനുണ്ട്. അങ്ങനെ 666 ഏക്കറിലാണ് കേട്ടോ ഈ ഒരു രാമോജി ഫിലിം സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഹൈദരാബാദിലെ ഹയാത്ത് എന്നൊരു നഗറിലാണ് കേട്ടോ ഇതുള്ളത്. രാവിലെ ഒരു 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെയൊക്കെയാണ് കേട്ടോ അതിൻ്റെ സമയം. അതിൻ്റെ ഉള്ളിലെത്തിയാൽ അത്ഭുതവും വിസ്മയവും നിറഞ്ഞ കാഴ്ചകളാണ് കേട്ടോ നമുക്ക് കാണാനുള്ളത്. നമ്മുടെ കണ്ണുകളെ തന്നെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധം വർണ്ണ കാഴ്ചകളാണ്. അങ്ങനെ നമുക്ക് പോകാനുള്ള ബസ് എത്തി കേട്ടോ. ഇതാണ് നമുക്ക് ഫസ്റ്റ് ബസ് എന്ന് പറയുന്നത്. ഇതിൽ പോയിട്ട് അവിടെ എത്തിയിട്ട് അവിടുന്ന് വീണ്ടും ബസ്സിൽ തന്നെയാണ് കേട്ടോ യാത്ര. നമുക്കധികം നടക്കാനുള്ള ഒരു സിറ്റുവേഷൻ വരുന്നില്ല. കാരണം ഫുള്ള് ബസ്സിൽ തന്നെയാണ് യാത്ര. കാരണം ഒരുപാട് ഏരിയാസ് നമുക്ക് കവർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെയിലത്ത് അതിലൂടെ നടന്നാൽ നമ്മൾ എത്തില്ല. പിന്നെ അവിടെ നമ്മളെ സ്റ്റാർട്ടിങ് പോയിന്റ് ഏതാ, എക്സിറ്റ് ഏതാ, ഒന്നും നമുക്കൊരു ഐഡിയ ഇല്ല അതിൻ്റെ ഉള്ളിൽ ചെന്നാൽ. നമ്മളിത് അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് രാമോജി ഫിലിം സിറ്റിയിലേക്ക്. ഗേറ്റ് കടന്ന് എൻട്രിങ് ചെയ്യുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. ഫാമിലി മൊത്തം ഒരു ദിവസം മുഴുവൻ ചിലവഴിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഫിലിം സിറ്റി. ഒരു ദിവസം കൊണ്ടൊന്നും തീരുന്നതല്ല ഈ മനോഹരം നിറഞ്ഞ കാഴ്ചകൾ. മിനിമം ഒരു 2 ദിവസമെങ്കിലും വേണം കേട്ടോ ഇത് മുഴുവൻ കണ്ടു തീർക്കാൻ. കണ്ടില്ലേ, നമ്മൾ ഗേറ്റ് കടന്നിട്ടും ഇത്രയും ദൂരം ഇനിയും പോരാനുണ്ട്. ഈ പോകുന്ന റോഡുകളിലൊക്കെ നമ്മൾ ഇനിയും തിരിച്ച് വരാനുള്ളതാണ് കേട്ടോ കാഴ്ചകൾ കാണാൻ. ഇത്രത്തോളം കാഴ്ചകളും കാര്യങ്ങളാണ് നമുക്കവിടെ കാണാനുള്ളത്. ഓരോ ദിവസവും പുതിയ പുതിയ മാറ്റങ്ങൾ വരുത്തി സന്ദർശകരെ ആകർഷിക്കുകയാണ് കേട്ടോ നമ്മുടെ ഈ ഫിലിം സിറ്റി.
5 മേഖലകളായിട്ടാണ് കേട്ടോ ഇത് തരംതിരിച്ചിട്ടുള്ളത്. അഡ്വഞ്ചറസ് പാർക്ക്, അതുപോലെ രാമോജി ഫിലിം മൂവി മാജിക്, സ്റ്റുഡിയോ ടൂറ്, എക്കോ ടൂറ്, ഫന്തുസ്ഥാൻ, ഇങ്ങനെ 5 ആയിട്ടാണ് കേട്ടോ ഇത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു ഫിലിം ഷൂട്ട് ചെയ്യാൻ ഈ രാമോജി ഫിലിം സിറ്റിയിൽ വന്നാൽ എല്ലാം ഇവിടെ സുലഭമാണ് കേട്ടോ. ഫസ്റ്റ് സ്കൂള് തൊട്ട് കോടതി, ജയില്, അതുപോലെ കെട്ടിടങ്ങൾ, വീട്, അങ്ങനെ എല്ലാം ഈ ഒരു രാമോജി ഫിലിം സിറ്റി തന്നെയാണ് ഉള്ളത്. നമ്മൾ പോകുന്ന വഴിയിലൂടെ കാണുന്ന ഈ ബിൽഡിങ്ങുകളൊക്കെ ഓരോ ഹോട്ടലുകളാണ് കേട്ടോ. ലക്ഷറി ഹോട്ടലുകളാണ്. നമ്മുടെ സ്റ്റാറുകളും അവരൊക്കെ ഇവിടെ തന്നെ വന്നിട്ടാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത്. അത്യാവശ്യം ലക്ഷറി ആയതുകൊണ്ട് തന്നെ നമുക്കതൊന്നും താങ്ങാത്തതൊന്നും നമ്മൾ അതിലൊന്നും പോവാനേ പോയില്ല. അങ്ങനെ നമ്മൾ ഫസ്റ്റിലെ ഡെസ്റ്റിനേഷനിലെത്തി ബസ് ഇറങ്ങി അടുത്ത ബസ്സിൽ കയറാനുള്ള ക്യൂവിലാണ് കേട്ടോ. ഇനി അടുത്ത ബസ് വീഡിയോയിൽ കണ്ടപ്പോൾ ഒരു റെഡ് ബസ്സില്ലേ, ആ ഒരു ബസ്സിലാണ് നമ്മൾ ഇനിയുള്ള യാത്ര. ഈ ബസ്സിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. നമ്മുടെ കൂടെ ബസ്സിൽ ഓരോ ഗൈഡ് ഉണ്ടാവും കേട്ടോ. നമുക്ക് ആ ഓരോ സ്ഥലത്തിനെ കുറിച്ചും ഒക്കെ വിവരിച്ച് തരാണ്. പക്ഷേ അയാൾ പറയുന്നത് മുഴുവൻ ഹിന്ദി ആയതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാവുന്നേ ഉള്ളൂ. ഞങ്ങളുടെ കൂടെയുള്ള ആൾക്ക് ഹിന്ദി അറിയുന്നത് കൊണ്ട് മൂപ്പർ അതെല്ലാം തർജ്ജമ ചെയ്ത് തന്നു. ഇതൊന്നും ഒരു വീഡിയോയിൽ കാണേണ്ട കാര്യമല്ല കേട്ടോ. നേരിട്ട് കണ്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. നമുക്ക് ഓരോ സിനിമയുടെ സെറ്റും എല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇനി കാണുന്ന ഈ ഒരു ഗാർഡൻ എന്ന് പറയുന്നത് സിനിമയിലെ പാട്ട് സീനുകൾ എടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഒരുപാട് ഹിറ്റ് സോങ്ങുകളൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ കവർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഉല്ലാല എന്നുള്ള സോങ്സൊക്കെ കവർ ചെയ്തിട്ടുള്ള ഒരു പ്ലേസാണ് കേട്ടോ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്.
നിങ്ങൾക്ക്? നമ്മുടെ സെൻട്രൽ ജയിലാണ് കേട്ടോ. ജയിൽ സീനുകളൊക്കെ ഇവിടെയാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. ഇനി വരുന്നൊരു സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബ്രഹ്മാണ്ഡ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു കൊട്ടാരം പോലുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ രാജാവ്, റാണികൾ, തോഴികൾ അങ്ങനെയുള്ള ഒരു ബ്രഹ്മാണ്ഡ ഫിലിം സെറ്റാണ്.
അടുത്ത സെറ്റ് ഏതാണെന്നറിയോ? നമ്മുടെ ട്രെയിൻ യാത്രികൾക്ക് ഷൂട്ട് ചെയ്യുന്ന ഒരു സെറ്റാണ്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിച്ചിരുന്ന കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ബ്രഹ്മാണ്ഡ ഫിലിം സെറ്റായ മഹിഷ്മതി സാമ്രാജ്യമായ ബാഹുബലി. നമ്മുടെ ബാഹുബലി ഫുൾ ഷൂട്ട് ചെയ്ത ഒരു പ്ലേസാണ് കേട്ടോ ഈ ഒരു സെറ്റ്. അവിടേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ബാഹുബലിയുടെ ഓരോ ക്യാപ്ചേഴ്സാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കിടന്ന ഫുൾ ബാഹുബലി സെറ്റ് തന്നെയാണ്. നമ്മുടെ ഓരോ ഫിലിം കഴിയുമ്പോഴും അവർ ആ ഫിലിം സെറ്റുകൾ അയച്ചു വെക്കാറാണ്. അടുത്ത നെക്സ്റ്റ് ഫിലിംസിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ ഒരു അത്രയ്ക്ക് നല്ല ഫേമസ് ഫിലിം ആയതുകൊണ്ടും ഈ സെറ്റ് കാണാൻ ഒരുപാട് പേരാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിലിം സെറ്റ് ഇന്ന് വരെ പൊളിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ വലിയൊരു വാസ്തവം. എന്നാൽ നമുക്ക് ആ മഹിഷ്മതി സാമ്രാജ്യം ഒന്ന് കണ്ടിട്ട് വന്നാലോ? കാഴ്ചകൾ തീരുന്നില്ല, പക്ഷേ വിശപ്പ് കാരണം മുന്നോട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതുകൊണ്ട് തന്നെ ഇനി ഭക്ഷണം കഴിച്ചിട്ടാവാം ബാക്കി കാഴ്ചകൾ. ഉള്ളിൽ തന്നെ ഭക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ രീതിയിലുള്ള ഭക്ഷണമാണെങ്കിൽ പോലും ഞങ്ങൾ അതുകൊണ്ട് തൃപ്തിപ്പെട്ടു. അങ്ങനെ മഹിഷ്മതി സാമ്രാജ്യത്തിലെ ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു.
നിങ്ങളുടെ കണ്ണിനെ പോലും ഏറിനണയിപ്പിക്കുന്ന കാഴ്ചകളാണ് കേട്ടോ. നമ്മുടെ അവതാർ എന്ന ഫിലിം എങ്ങനെയാണ് മേക്ക് ചെയ്തതെന്ന് അറിയണ്ടേ? ദേ കണ്ടോളൂ. അടുത്തത് നമ്മളെ അത്ഭുതപ്പെടുത്തിയ വേറൊരു കാഴ്ചയാണ് കേട്ടോ. നമ്മൾ നേരെ ചെന്നത് ഒരു പച്ചപ്പരവതാനി വിരിച്ച ഒരു കോട്ടയിലേക്കാണ് കേട്ടോ. പക്ഷെ സ്ക്രീനിൽ കാണുന്നത് നമ്മൾ വേറെ ഏതോ ലോകത്താണ്. ഈ ഒരു എഡിറ്റിംഗ് അപാരം തന്നെയല്ലേ. ഇങ്ങനെയൊക്കെയാണല്ലേ ഒരു ഫിലിം ഷൂട്ട് ചെയ്യുന്നത്. ഇത്തരം ടിപ്സുകളൊക്കെ അറിയുന്നവരുണ്ടാവും കേട്ടോ നമ്മുടെ കൂട്ടത്തിൽ. പക്ഷെ അറിയാത്ത എന്നെപ്പോലുള്ളവർക്കൊക്കെ ഇതൊരു വലിയ കാഴ്ച തന്നെയാണ്. ഈ കാണുന്ന ഡെസ്റ്റിനേഷൻ എന്താണെന്നറിയോ? നമ്മുടെ ഹോസ്പിറ്റലാണ് കേട്ടോ. ഈ കാണുന്നത് ഒരു യമണ്ടൻ ഗാർഡൻ ആണ് കേട്ടോ.
കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നേരം ഇരുട്ടായി. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ കുട്ടികൾക്ക് ഒരുപോലെ ഇഷ്ടപ്പെട്ട പാർക്കാണ് കേട്ടോ. ഇവിടെ എത്തിയത് മുതൽ മോൻ ചോദിക്കുന്നുണ്ട് ഇവിടെ പാർക്ക് എപ്പോഴാണ് പാർക്കിലെത്താൻ. പക്ഷെ ഇത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടോ പാർക്കിൻ്റെ ആ ഒരു പോയിന്റിലേക്ക് എത്തിക്കിട്ടാൻ. കുട്ടികളുടെ പാർക്കിൽ അഡ്വഞ്ചറസ് ആയിട്ടും രസകരമായിട്ടുള്ള ഒരുപാട് റൈഡുകൾ ഉണ്ട് കേട്ടോ. അഡ്വഞ്ചേഴ്സിലേക്കൊന്നും ഞങ്ങൾ പോയിട്ടേ ഇല്ല, കാരണം നേരം ഇരുട്ടായി. 2-3 റൈഡുകളിലൊക്കെ കയറി അവരെ അങ്ങ് സന്തോഷിപ്പിച്ച് വേഗം ഞങ്ങൾ അവിടെ കുറച്ച് ഷോകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കണ്ടു. ഇതൊരു സ്റ്റണ്ട് ഷോ ആയിരുന്നു. സിനിമയിലൊക്കെ കാണുന്ന സ്റ്റണ്ട് ഷോ എങ്ങനെയാണ് നേരിട്ടെന്ന് നമുക്ക് കാണണ്ടേ. അതിൻ്റെ ഫുള്ളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇത് കണ്ടപ്പോൾ നിങ്ങൾ പേടിച്ചോ? സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും പേടിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ എത്തിപ്പെട്ടത് ഇവിടെയാണ്. ഇങ്ങനെ ഒരു ഇടവഴിയിലൂടെയാണ് കേട്ടോ. മക്കളൊക്കെ കൂകി വിളിക്കുകയായിരുന്നു. ഒരാൾക്ക് മാത്രം പോകാനുള്ള ചെറിയൊരു ഇടവഴിയാണ് കേട്ടോ. ഇതുപോലെ ഒരുപാട് കളേഴ്സിലും പിന്നെ അതുപോലെ ഓരോ സൗണ്ടുകൾ ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വഴികളും കഴിഞ്ഞ് അവസാനം ഞങ്ങൾ അതിൻ്റെ ഒരു എൻഡിങ് പോയിന്റ് എത്തുന്നില്ല. ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഞങ്ങൾ പെട്ടുപോയി എന്ന് വിചാരിച്ചു. സത്യത്തിൽ ഇവിടെ നിന്നൊന്ന് പുറത്ത് ചാടാൻ എന്താ ഒരു വഴി എന്ന് വരെ ഞങ്ങൾ ആലോചിച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നമ്മളെ പേടിപ്പിക്കാൻ വവ്വാലുകൾ, ചീവീടുകൾ, അതുപോലെ പാമ്പ് കാര്യങ്ങളും എല്ലാം പക്ഷെ നമ്മളെ ഒന്നും ആക്രമിക്കാൻ വരുന്നില്ല. പക്ഷെ നമുക്ക് പേടിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ളത്. ഇതിൻ്റെ എൻഡിങ് പോയിലൊന്ന് എത്തിക്കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതിൻ്റെ അവസാനം കണ്ടപ്പോൾ ഒരു ആശ്വാസമായി. അങ്ങനെ ഈ ഭയാനകമായിട്ടുള്ള കാഴ്ചയോട് കൂടി ഇന്നത്തെ ദിവസവും ഞങ്ങളോട് ഇവിടെ പറയുന്നു. യാത്രകളെയും മനോഹരമായ കാഴ്ചകളെയും ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ മസ്റ്റായിട്ട് ഹൈദരാബാദ് ഒന്ന് വിസിറ്റ് ചെയ്തോളൂ. അപ്പോൾ ഞങ്ങൾ റൂമിലെത്തി. ഇന്ന് കുറച്ച് വൈകിട്ടാണ് കേട്ടോ എത്തിയത്, കാരണം നമ്മൾ ഉബർ കിട്ടിയില്ല. പിന്നെ അവിടെ നിന്നൊരു ബസ്സിലാണ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ വിശാലമായിട്ടുള്ള ഡിന്നറിന് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് കാണണ്ടേ. അങ്ങനെ ഇന്നത്തെ ഹൈദരാബാദ് സ്പെഷ്യൽ ഡിന്നറോടുകൂടി നമ്മുടെ 3-ാം ദിവസവും കഴിഞ്ഞു. അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹൈദരാബാദിലെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം. See you tomorrow. Thank you for watching.